നല്ല മഴയുള്ളൊരു ദിവസം നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നേരെ ചെല്ലാനത്തേക്ക് പോയി. ഇതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ പോയിരിക്കുന്നത് ചെല്ലാനത്തുള്ള കൊണ്ടേലിപ്പ് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരെയും കൂടെ ഒരു ബോട്ടിൽ കയറ്റിയിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ റിസോർട്ടിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴേക്കും നമ്മളവിടെ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? നിറച്ച് കുളങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, നല്ല ഇഷ്ടം പോലെ മീനുള്ള കുളങ്ങൾ. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ 3 മില്യൺ സെലിബ്രേഷൻ്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ടല്ലോ. നേരെ അവർ തന്ന വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് പോയി. റൂമിൽ പോയ സമയത്ത് ഞാനും പപ്പയും ജിനോജനും കൂടെ നമുക്ക് ചൂണ്ടയിടാനുള്ള ചൂണ്ടയെല്ലാം കൂടെ കെട്ടി റെഡി. ചൂണ്ടയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശക്കാനായിട്ട് തുടങ്ങി. എന്നാൽ പിന്നെ ചോറിട്ടിട്ട് ചൂണ്ടയിടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചോറൊക്കെ ഇട്ടിട്ട് ചൂണ്ടയിടാൻ പോയി. അപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷൻ വെച്ചു. ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആൾക്ക് 10,000 രൂപ കൊടുക്കാം. നമ്മൾ എപ്പോഴൊക്കെ കോമ്പറ്റീഷൻ വെച്ചാലും ആദ്യത്തെ മീൻ പിടിക്കുന്നതും ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന മോളിയാൻ്റെ ആയിരുന്നു. അന്നും ഏറ്റവും വലിയ കരിമീനെ ആദ്യം പിടിച്ചത് മോളിയാൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു അടിപൊളി മീൻ പിടുത്തമായിരുന്നു. എല്ലാവരും കൊത്തി തീരെ മീൻ പിടിച്ചു. ഞാനും പിടിച്ചു കുറേ കാര്യം. എൻ്റെ കാര്യം പിന്നെ പോട്ടെ, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ മീൻ പിടിച്ചു. അവരാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കരിമീനെ കിട്ടിയപ്പോഴേക്കും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ സേറയും മീക്കും ഒക്കെ ഇഷ്ടംപോലെ മീൻ പിടിച്ചു. സേറയും മീക്കും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയതാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ആൾ നമ്മുടെ പപ്പയാണ് കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും ഓൾഡ് പപ്പയാണെങ്കിലും മീൻ പിടുത്തുന്ന കാര്യത്തിൽ ഏറ്റവും യങ്ങും പപ്പ തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും മീൻ പിടിച്ചു. നമ്മളൊരു കാര്യം ചെയ്തു, നമ്മൾ പിടിച്ചതിനകത്തുനിന്നൊരു 17 മീനിനെ എടുത്ത് നമ്മുടെ കിച്ചണിൽ കൊടുത്തു. ഇനിയാണ് നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷിങ് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ 3 മില്യൺ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ചാനലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും പരിചയപ്പെടുത്തണം. ഇത് ജെയ്സൺ ചേട്ടൻ, അതുപോലെ തന്നെ ഇത് വിഷ്ണു, ഈ ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ ടോണി ചേട്ടൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് റോഡും റെയിലും ഉപയോഗിച്ച് മീൻ പിടിക്കാൻ പോകുന്ന എൻ്റെ ഗ്രൂപ്പാണ് ഇവർ 4 പേര്. ഞങ്ങൾ 4 പേരാണ്. എനിക്ക് തോന്നുന്നൊരു 6 വർഷം മുമ്പ് എല്ലാ ശനിയും ഞായറാഴ്ചയും നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തമായിരുന്നു കേട്ടോ. 4 മണിക്ക് ശേഷം മീൻപിടുത്തമായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനൽ തന്നെ ഉണ്ടായത്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ കാണാൻ പോകുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ ചാനലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ബാ, കയറി വന്നോളൂ. ഇനിയിപ്പം അടുത്ത ആളെ പരിചയപ്പെടുത്തണം. ബിഹൈൻഡ് ദി ക്യാം എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കട്ടയ്ക്ക് നിൽക്കുന്ന ജോബിൻ ഫ്രെയിമെക്സ് ആണ്. അപ്പോൾ ജോബിൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാര്യം എന്നാ ജോബിനെ? കാര്യം അത് തന്നെ. കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആൾക്കാർ ഈ ഒരു ഓർഡറിൽ തന്നെ പോകാം. ആൾക്കാർ നിൽക്കുന്ന ഓർഡർ ഞാൻ പരിചയപ്പെടുത്തരാം. മിസ്റ്റർ ജെറിൻ കോശി ആൻഡ് ജെറിൻ കോശിയുടെ ഫ്രണ്ട്. ആളെ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ ജെറിൻ കോശി വഴി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ജെറിൻ തന്നെ പറഞ്ഞോ. ജെറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നില്ല. ഇപ്പോൾ യാദൃശ്യമായി വന്നപ്പോഴാണ് കണ്ടത്. കാരണം പുള്ളി സെബിനെ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. He doesn't understand മലയാളം. I think Sevin is one of the most prominent guy here in social media, and then he has got so many followers. So lots of people talking about him, and then luckily I got a chance to meet him here. It is my pleasure to meet him, and then yeah, we are also happy to have you. yeah, same here. Thank you so much. And he is more into this fishing and all. Very good product for people from North India and other part of India to explore all this, and then Kerala. So എന്താണേലും thank you so much for being here. Okay. Yes, thank you my pleasure. Thanks. Yeah, thank you. പിന്നെ ജെറിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചാനലിന്റെ ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിഷിങ്ങിന്റെ കാര്യങ്ങൾ, പുതിയ തരത്തിലുള്ള ഫിഷിംഗ്, ഇതെല്ലാം ജെറിനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ ഇനി പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടി വരുന്നുണ്ടല്ലേ? അപ്പോൾ കുറേ പരിപാടികൾ, ഒരു പരിപാടിയല്ല വരുന്നത്, കുറേ പരിപാടികൾ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വിടത്തില്ല വെറുതെ. ഞാനിപ്പോൾ പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുറകിൽ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട് കേട്ടോ. ഇനി ഞാൻ പരിചയപ്പെടാൻ വന്നപ്പോഴേക്കും എല്ലാവരും പോയി കേട്ടോ. ദേ ഈ സൈഡിൽ ഇനിയിപ്പോൾ ജിനോവാശാച്ചൻ ദേ നമ്മളോട് സംസാരിച്ചുകൊണ്ട്. ജിനോവാശനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നത് എന്നാലും വേണമെങ്കിൽ പരിചയപ്പെടുത്തിയേക്കാം. കാര്യം കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ജിനോവാശാച്ചൻ എൻ്റെ ബ്രദറിലോയും ചേച്ചി എൻ്റെ സിസ്റ്ററുമാണെന്നാണ്. കൺഫ്യൂഷൻ വരുന്നതാണ് കേട്ടോ. ആക്ച്വലി ജിനോവാശാച്ചൻ എൻ്റെ ബ്രദറും ചേച്ചി എൻ്റെ സിസ്റ്ററിലോയും ആണ് കേട്ടോ. നമ്മുടെ 2 സൈഡിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങളിപ്പോൾ ഫേസ് പുതിയതായിട്ടായിരിക്കും കാണുന്നത്. നമ്മുടെ ഈ നിൽക്കുന്ന പ്രോപ്പർട്ടിയുടെ ഓണേഴ്സാണ് ഇവർ 2 പേരും. ചേട്ടൻ്റെ പേര്
കെന്നും എൻ്റെ പേര് വൈശാഖ് എന്നാണ്. അപ്പോൾ ഫിഷിങ്ങിന് നല്ല പ്രോപ്പർട്ടിയാണ് ഇവിടെ. നിങ്ങൾ എന്താണെങ്കിലും ചൂണ്ടയൊക്കെ തന്ന ഉപകാരമായി കേട്ടോ. ഞങ്ങളുടെ 5 ചൂണ്ടേ ഉള്ളായിരുന്നു, ബാക്കി ചൂണ്ട ചേട്ടന്മാരോട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുവാണെങ്കിൽ ചൂണ്ട എല്ലാവർക്കും ഉണ്ടല്ലേ? എല്ലാവർക്കും മീനെല്ലാം റെഡിയാ. എനിക്ക് തോന്നുന്നു ഏകദേശം 60 കരിമീൻ അങ്ങോട്ട് പിടിച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് കയാക്കിങ്, ചേട്ടന്മാർ പുതിയ കയാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കയാക്കിങ്, ബോട്ടിങ് എല്ലാ ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് കേക്ക് കിട്ടിയാ കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ അടുത്ത ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാവർക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് ഏറ്റവും അവസാനമാണ് കവർ ചെയ്യുന്നത്. ഒരാൾ അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, എന്നാ സംഭവിക്കുന്ന അറിയാൻ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോൾ മാറി പോകണല്ലോ. ഈ ഒരു ഗ്രൂപ്പിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങളായിരിക്കും. പക്ഷേ ഈ 2 മുഖങ്ങൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ. അത് നമ്മൾ ക്ലാരിറ്റി. ഈ വെള്ളം ഇട്ടത് ബിബിച്ചേട്ടനാണോ ഇത് എബിച്ചേട്ടനാണോ? ആൾക്കാർ കമന്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മുടെ എബിച്ചേട്ടനും ബിബിച്ചേട്ടനും ട്വിൻസ് ആണ്. ട്വിൻസ് എന്ന് പറഞ്ഞാൽ പോലെ ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് ചില സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കമന്റ് ചെയ്യാം. ഒരാൾ ഫുൾ ബ്ലാക്കും ഒരാൾ ജസ്റ്റ് വൈറ്റും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എബിച്ചേട്ടൻ ആരാ ബിബിച്ചേട്ടൻ ആരാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ രസമായിരിക്കും കേട്ടോ. ഞങ്ങൾ ഒരു 15 മിനിറ്റ് വ്യത്യാസം. ആരാ മൂത്താരാ? ചേട്ടനാണ് മൂത്ത കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ മെച്യൂരിറ്റി ഒക്കെ ചേട്ടൻ നമ്മൾ നോക്കി ഇപ്പം കണ്ടാൽ അറിയാം. ഓക്കെ, ഇനി അടുത്തത് ഞങ്ങൾ ഓഗസ്റ്റ് പിന്നെയും കാണും കേട്ടോ. ഓഗസ്റ്റിൽ നമ്മൾ പിന്നെയും കാണുന്നത് എവിടെ വെച്ചായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സസ്പെൻസ് ആണ്. അപ്പൊ അന്ന് ഞങ്ങൾ പിന്നെ ഞാൻ മാത്രമേ കാണത്തുള്ളൂ, പിന്നെ കുറെ സീരിയസ് പിന്നെ പറ്റുവാണെങ്കിൽ അച്ചാച്ചൻ ജോയിൻ ചെയ്യും യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജെറിന്റെ കല്യാണം അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ജെറിൻ വന്നല്ലേ. ശരിക്കും ജെറിൻ വരാൻ വേണ്ടി ഒത്തിരി പ്ലാൻ ചെയ്താ. ജെറിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ പറയല്ല, ഞങ്ങൾ ജെറിനെ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ജെറിനെ പ്ലാൻ ചെയ്ത് ഒരു വർഷമായിട്ട് ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. കല്യാണത്തിന്റെ ഡേറ്റ് അല്ലേ? എന്നോട് സൈഡിൽ കൂടെ വേണമെങ്കിൽ വിസയൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഫ്രീ ആവണമെങ്കിൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജെറിൻ. ഇനി അടുത്ത് ജിത്തു ചേട്ടൻ. ഞങ്ങൾ എല്ലാവരും ഇന്ന് ബ്ലാക്ക് ആണ് കേട്ടോ. ചേട്ടനാണ് നമ്മുടെ ഫോർച്യൂണർ ഓൾട്ടർ ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ ജീപ്പ് ഇപ്പൊ പണിയുന്ന ജിത്തു ചേട്ടനാണ്. ജിത്തു ചേട്ടന്റെ കാര്യങ്ങൾ സുരക്ഷിതമാണ് കേട്ടോ. ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നമ്മളൊന്നും കാണാത്തൊരു സാധനമായിട്ട് അതിന് തിരിച്ചു വന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിത്തു ചേട്ടനുണ്ട്, ജിത്തു ചേട്ടൻ്റെ ഫാമിലി ഉണ്ട്. ഫാമിലി ഞാൻ പരിചയപ്പെടുത്തരാം. അതിനു മുമ്പ് അർജുൻ തോമസ് ഒരു ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞ് ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാർ, എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളൊന്നുമില്ല. എനിക്ക് വളരെ കുറച്ചൊരു ഫ്രണ്ട് സർക്കിളേ ഉള്ളൂ. ഉള്ള ആൾക്കാരിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫാമിലി പോലെ ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ കുടുംബമായിട്ട് പുറത്തു പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു വൈബുമായിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും. അപ്പോൾ അർജുൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. അർജുൻ്റെ പാഷൻ ഫോളോ ചെയ്ത ഒരാളാണ് കേട്ടോ. ട്യൂസ്ഡേസ് എന്ന് പറഞ്ഞ വെഡിങ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചുമന്ന TT എവിടെയെങ്കിലും പോകുന്ന കാണുവാണെങ്കിൽ അത് അർജുനായിരിക്കും കേട്ടോ. ഈ ഇരിക്കുന്ന ആളുകളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയതായിട്ട് വരുന്നൊരു ഫേസ് ചേച്ചിയുടെ ആയിരിക്കും. ചേച്ചി ജിത്തു ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. കുക്കൂന്ന് മാത്രമേ ഞങ്ങൾ വിളിച്ചു കേട്ടുള്ളൂ. ഒറിജിനൽ പേരിനകത്ത് ഞാൻ മറന്നുപോയി. സേറയും സെറീനെ. ഇതിനകത്ത് ഒരാളുടെ ഫേസ് കട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളിവിടെ വായിലൊക്കെ കൈ ഇട്ടുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇവളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സീരിയലിലെ ഒരു ആക്ട്രസിൻ്റെ ഫേസുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. അവൾ നോക്കുക മേളിലോട്ട്. ഞാനടി മേളിലോട്ട് നോക്കിയത്. ഒയ്യോ, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ. എന്നാ ഞങ്ങളുടെ ചേട്ടായിനെ വീഡിയോക്കകത്ത് കാണിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാരാ ഇത്? സൂപ്പർമാൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ മീക്കോ എത്ര മീൻ പിടിച്ചു? 7. ഇവൻ ആക്ച്വലി ഇന്ന് 11 മീൻ പിടിച്ചു കേട്ടോ. ഇവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് കട്ട് ചോദിച്ചാൽ മതി. എവിടെ അപ്പൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് കൊച്ചു മീൻ പിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അപ്പൻ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് പയ്യെ കേക്ക് കട്ട് ചെയ്താലോ? കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് മീൻ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ ഇവിടെ നമുക്കൊരു നല്ലൊരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഫംഗ്ഷൻ അലമ്പൊന്നും ആയില്ല. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് 2 ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഇത് ജോയും ഞാൻ അനീഷിനെ പരിചയപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഈ കാണുന്നൊരു ഇവൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഇവൻറ്റിൻ്റെ ഡെക്കോർ ഇട്ടിരിക്കുന്ന ചേട്ടന്മാരാണ്. നമ്മുടെ കല്യാണത്തിൻ്റെ, വെഡിങ്ങിൻ്റെ, എൻഗേജ്മെൻറ്റിൻ്റെയും എല്ലാം ഡെക്കോർ ഇട്ടറും ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരെ തന്നെ വിളിച്ച് നമ്മൾ ചെയ്യിപ്പിച്ച്. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വിളിച്ച് പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും ചേട്ടന്മാർ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നല്ല ഭംഗിക്ക് ഒരു ഡെക്കോർ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരും ഒരു ചോദ്യമുണ്ട് കേട്ടോ. നമ്മുടെ ലോഗോ ഇതിനകത്ത് അറിയാവുന്ന ആൾക്കാരുണ്ട്. ജിനോസിന് അറിയാം, വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ ഒരു ലോഗോ എല്ലാവരും ജസ്റ്റ് ലോഗോ ആയിട്ട് നോക്കിയേ. ഈ ലോഗോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചുമ്മാ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ചൂണ്ടയാണ്. ഞാനൊരു ക്ലൂ തരാം. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ട് കേട്ടോ. നിങ്ങളോടും കൂടെ ഉള്ള ചോദ്യമാണ്. നമ്മുടെ ഈ ലോഗോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ ആരാണ്? ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയുക.
നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് പയ്യെ. വിഷ്ണു ആണോ? ആ എന്നാ വിഷ്ണു. കറക്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ആ ലോഗോയിൽ കാണുന്ന ആള് നമ്മുടെ വിഷ്ണു ആണ് കേട്ടോ. വിഷ്ണു ഞാനും കൂടെ അഴീക്കിൽ ചൂണ്ടിടാൻ പോയപ്പോഴേക്കും ഞാൻ നോക്കുമ്പോഴേക്കും വിഷ്ണു നിൽക്കുന്ന കറക്റ്റ് നല്ലൊരു പോസാണ്. പുറകിൽ ഒരു അസ്തമയൊക്കെ കാണുന്നു. വിഷ്ണു അത് ഫോട്ടോ എടുത്തേക്കാന്ന് പറഞ്ഞപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എന്നാൽ എടുത്തോളാൻ പറഞ്ഞു. കുറേ നാളത് അതിന് DP അല്ലേ. അതിനുശേഷമാണ് നമ്മുടെ ചാനലിൻ്റെ ലോഗോ ആയിട്ട് മാറിയത് കേട്ടോ. അത് ആ ഫോട്ടോ ഈ സൈഡിൽ കാണിച്ചു കൊടുക്കണേ. ആ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട്. ഇന്നത്തെ വിന്നർ ആരാന്നറിയോ? നമ്മുടെ ഫിഷിംഗ് കോമ്പറ്റീഷനിലെ ആൻറ്റി ഒന്ന് മുമ്പിലേക്ക് വരും. അപ്പം നമ്മുടെ ഇന്നത്തെ കോമ്പറ്റീഷൻ്റെ വിന്നർ നമ്മുടെ ആൻറ്റിയാണ്. ആൻറ്റി എത്ര മീൻ പിടിച്ചു? 21 മീൻ പിടിച്ചു. അതിനകത്ത് എത്ര കരിമീൻ ഉണ്ടായിരുന്നു? എണ്ണാം. അതുപോലെ തന്നെ ആൻറ്റിയുടെ ആണെങ്കിൽ വലിയൊരു പൂമീൻ പൊട്ടിച്ചോണ്ട് പോയി കേട്ടോ. എന്നാ പറഞ്ഞേ? സിംപ്ലിസിറ്റി, സിമ്പിൾ ജാട കേട്ടോ. പിന്നെ സെക്കൻഡ് പ്രൈസ് ആരാ? മീക്കു ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമ്മളിന് മിക്കു എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പേര് മിഖായൽ എന്നല്ലേ? മിഖായലാണ് കേട്ടോ ഇവന്റെ ഒറിജിനൽ പേര്. അരമണിക്കൂർ കൊണ്ട് 11 കരിമീൻ തന്നെ പിടിച്ചു കേട്ടോ ആള്. അടിപൊളി കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഈ കേക്ക് ഞാൻ കട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മില്യൺ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 3 മില്യൺ എന്ന സംഭവം ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് യാതൊരു അർത്ഥമില്ല കേട്ടോ. നമ്മളിത് ആരെ കൊണ്ടാണ് കട്ട് ചെയ്യും? ഞാൻ ശരി അതൊരു കാര്യം ചെയ്യാം, പപ്പേനും അമ്മേനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാം. 3 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 30 ലക്ഷം. നമ്മുടെ ചാനൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയാം ഇപ്പം? ജെറിന് അറിയാം. അറൗണ്ട് 40 to 50 lakhs. 50 CR അല്ല അല്ല ഞാൻ പറയാം. അത്രയും പേര് കണ്ട് അല്ല അറൗണ്ട്. അതായത് യൂട്യൂബില് സെബിന്റെ ചാനലില് എബോട്ടിൽ പോയിട്ട് നമ്പർ ഓഫ് വ്യൂസ് എടുത്ത് അറിയാൻ പറ്റും. നമ്മുടെ 50 crore. 50 crore. അതാ ഞാൻ കറക്റ്റ് ആണ്. പറയാം. അപ്പം ഏകദേശം 50 കോടി ആളുകൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ടിട്ടുണ്ട്. 50 കോടി വ്യൂസ് നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 30 ലക്ഷം ആളുകൾ നമ്മളെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം ആളുകൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 8 ലക്ഷം ആളുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല. അതൊരിക്കലും ഞാൻ ഒറ്റയ്ക്ക് എന്നാൽ നടക്കത്തുമില്ല. അതിനകത്ത് ഇത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ വേണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പപ്പയും മമ്മിയും കേക്ക് കട്ട് ചെയ്യട്ടെ. എന്നാൽ കട്ട് ചെയ്തോ? അപ്പോൾ മമ്മിയും പപ്പയും കൂടെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ പീസ് നമ്മുടെ ലോഗോയ്ക്ക് കൊടുക്കണം കേട്ടോ. ആദ്യത്തെ പീസ് നമ്മുടെ ലോഗോയ്ക്ക് കൊടുക്കാം. പിന്നെന്താ, ആദ്യത്തെ പീസ് നമ്മുടെ ലോഗോയ്ക്ക് തന്നെ എടുക്കാം. വിഷ്ണു കമോൺ. അതൊരു നല്ലൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ. പിന്നല്ലേ അത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ചാനലിനകത്ത് ലോഗോ ഉൾപ്പെടെ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക അല്ലേ, നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു സർക്കിൾ നമുക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് ഇതിനകത്ത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറയാം, നമ്മൾ എത്തിപ്പെടുന്നത് ഇപ്പോൾ വിഷ്ണു, ജെയ്സൺ ചേട്ടൻ ഫ്രണ്ടിലോട്ട് സൈഡിലോട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ശരിക്കും ഒരു അലമ്പ് കമ്പനി ആയിരുന്നെങ്കിലോ? അത് തന്നെ, അതാ പറഞ്ഞേ. ശരി, അതാ പറഞ്ഞേ. അതായത് ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ആൾക്കാർ. ജെറിൻ, അല്ലെങ്കിൽ ബിബി ചേട്ടൻ, എബി ചേട്ടൻ, ജിത്ത് ചേട്ടൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളെ നോക്കുവാണെങ്കിലും ഇവരെല്ലാവരും നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള്, അതായത് നമ്മളാക്കാൻ വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാർ ഇവർക്ക് ഒത്തിരി റോളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാമറയുടെ പുറകെ നിന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേക്ക് നമ്മുടെ ലോഗോയ്ക്ക്. ഇതിനകത്ത് മിസ് ചെയ്ത ഒരാളുണ്ട് കേട്ടോ, ടോണി ചേട്ടൻ കേട്ടോ. ടോണി ചേട്ടൻ ഈ പറഞ്ഞ പോലെ ടോണി ചേട്ടൻ ഇപ്പോൾ അയർലൻഡിൽ ഇരുന്ന് വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് രണ്ടാമത്തെ കേക്ക് കൊടുക്കേണ്ട ആള് സെവിന്റെ പുറകിൽ എപ്പോഴും ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, ജിനോ ചേട്ടൻ. എവിടെ വിഷ്ണു എടുത്തോ. ഫസ്റ്റ് പപ്പയും അമ്മയും കൂടെ കേക്ക് കൊടുക്കുന്നു. ലോഗോ. അടുത്തത് ജിനോ ചാച്ചൻ. ഇതിനകത്ത് ഞാൻ പറഞ്ഞ എല്ലാരും പ്രത്യേകത ഉണ്ട്. പറഞ്ഞു. മൂന്നാമത് ഒരാൾ പറയാം കേട്ടോ, ഇതാണ് ഈ സഹോദര സ്നേഹം എന്ന് പറയും. ചങ്ക് ടു ചങ്ക്. അതെ, അവിടുത്തെ പോലെ അല്ലല്ല, ബ്രദേഴ്സ് ഒരിക്കലും പറയത്തില്ല, എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇന്ന് എങ്ങും കാണാത്ത ഒരു കൂട്ടായ്മ, അതായത് നിങ്ങളുടെ സഹോദരന്മാരുടെയും അപ്പൻ അമ്മ നിങ്ങളുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു അസൂയപ്പെടാവുന്ന ഒരു കുടുംബം അല്ല. അതിനകത്ത് വേറെ സംഭവം, ദൈവത്തിന്റെ വലിയൊരു കൃപയും. സത്യം, അത് നമ്മൾ ഒരിക്കലും നമ്മൾ മാത്രം എന്നാ പറയാനോ അതിനുള്ള ഇതൊന്നും അല്ല, പക്ഷെ ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ആ കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി.
അതിന് ദൈവത്തിന് വലിയൊരു നന്ദി ഞാൻ തന്നെ പറയുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ കുറേ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനത് എപ്പോഴും എടുത്തു പറയാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കത്തില്ല അല്ലേ? ഞാൻ കേക്ക് മേടിക്കാൻ ഒരാളോട് മേടിക്കാൻ റെഡി ആയി. ആഹാ, ഇവിടെ ബേബിയാണ് കേക്ക് കഴിക്കുന്നത്. ഇത്തിരി കേക്ക് കഴിച്ചോ. ഇനി എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തോ. അഞ്ജു തോമസ് ഇന്ന് 14 മീൻ പിടിച്ചോണ്ട് അഞ്ജു അഞ്ജുവിന് ഞാൻ കെട്ടി കൊടുക്കാം കേട്ടോ. എന്താണെങ്കിലും അവള് ഫിഷിംഗ് ഫ്രീക്സിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവള് സൈഡിൽ കൂടെ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കേക്ക് മാത്രമല്ല ഉമ്മന്നുണ്ടാക്കാം. നമുക്ക് 2 കേക്ക് ചേട്ടന്മാർ കൊണ്ട് തന്നിട്ടുണ്ട്. ഈ ഒരു കേക്ക് ബിബിച്ചേട്ടനും എബിച്ചേട്ടനും കൊണ്ട് തന്നതാണ്. ഇപ്പറ ജിത്തു ചേട്ടനും നമുക്കൊരു കേക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അതിലും 3 മില്യൺ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അടുത്തത് നമ്മുടെ ചാനലിൽ മെൻഷൻ ചെയ്യേണ്ട ഒരാളാണ് OMKV ഉണ്ണിച്ചേട്ടൻ. അതായത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് എൻ്റെ വീഡിയോസ് നല്ലതാണെന്ന് പറഞ്ഞത് OMKV ഉണ്ണിച്ചേട്ടനാണ്. അതിനുശേഷം നമ്മൾ ഏതൊക്കെ വീഡിയോ ചെയ്താലും ഉണ്ണിച്ചേട്ടൻ നമ്മുടെ അടുത്ത് ഫീഡ്ബാക്ക് പറയും. എടാ നീ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് നമുക്ക് ആദ്യമായിട്ട് ഒരു യൂട്യൂബർ ഫീഡ്ബാക്ക് തരുന്ന OMKV ഉണ്ണിച്ചേട്ടനാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടനും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ പറയേണ്ട ഒരു പേരാണ് അരുൺ സ്മോക്കി. ഈ പറഞ്ഞ പോലെ നല്ലൊരു സുഹൃത്താണ് കേട്ടോ. ആളെ ഇന്ന് വിളിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ അവസാനമായ നിമിഷം പ്ലാൻ ചെയ്ത്. ജോബിന് ഇനി എന്നെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞോ. അല്ല നീ പറഞ്ഞോ. ക്ലാസ്സിൽ കിടക്കുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യം പറ. ഇവനെക്കാളും എന്നെ പറ്റി ആയിരിക്കും ഇവന് പറയാനുള്ളത്. ഇവൻ അങ്ങനെ പഠിപ്പിച്ചായിട്ട് അങ്ങനെ എനിക്ക് പറയാനായിട്ടൊന്നും ഇല്ല. ഞാൻ അലമ്പില്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് അതുകൊണ്ടൊന്നും പറയാനായിട്ട് കിട്ടത്തില്ല. ഉഴപ്പന്മാരെ പറ്റിയാണോ നമുക്ക് കൂടുതൽ പറയാനായിട്ട് സാധനമുള്ളത്. നമ്മുടെ ചാനലിന് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു മനുഷ്യത്വമുണ്ട് ഇവിടെ. ശോഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്നാ സ്നേഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും അറിയത്തില്ല. അല്ലേടി പെണ്ണെ? ഇവള് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവൾക്ക് മധുരം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളിവിടെ കേക്ക് കൊടുക്കത്തില്ല. ശോഭേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വേണേ. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ദേ ഇവിടെ ചേട്ടന്മാരുണ്ടല്ലോ, നമ്മൾ പിടിച്ച മീനിനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ പിടിച്ച കരിമീനെ, മീക്ക് പിടിച്ച കരിമീനകത്തുണ്ട് കേട്ടോ. എല്ലാവരും പിടിച്ച കരിമീനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ പീസ് എടുത്തോ. നമുക്ക് എല്ലാവരും കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇവിടെ നമ്മുടെ ആരധികം പറയുന്നില്ല. ചേട്ടാ എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് മീൻ വറുത്ത് വെച്ചിട്ട് ഈ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ഷമ പെട്ട പരിപാടിയാണ് അല്ലേ? നോക്കിയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ആണോ? അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും ചോദിച്ചിട്ട് എല്ലാവരുടെയും എക്സ്പീരിയൻസ് എടുക്കാം. അങ്കിൾ എങ്ങനെയുണ്ട്? ആണോ? സൂപ്പറാണോ? ആണോ? അങ്കിൾ പിടിച്ച കരിമീനാണ് കേട്ടോ. മമ്മി ടേസ്റ്റ്. മമ്മി ആസ് യൂഷ്വൽ. ഉഗ്രനും അടിപൊളിയും അപ്പറേ പറഞ്ഞു. ഞാൻ വേറൊരു വാക്ക് കണ്ടുപിടിക്കണ്ടേ. ഇവിടെ ഒരാൾ മീൻ കൊട്ടുമെന്ന് പറയാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ നമ്മൾ ശോഭയ്ക്ക് മസാല ചോറ് വരും. എങ്ങനെയുണ്ട്? അടിപൊളി കേട്ടോ. അത് പറഞ്ഞാണേ. ചൂട് മീൻ ഫ്രഷ് ആയിട്ട് പിടിച്ച് വറുത്തു. അടിപൊളി. മീനിന്റെ ഫ്രഷ്നെസ് എന്ന് പറയുന്നത് പ്രത്യേക സാധനമാണ്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പയ്യെ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതിന് ഒത്തിരി താങ്ക്സ് പറയേണ്ട ആൾക്കാർ നിങ്ങളാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെവിൻ സിറേഖ്. ബാക്കി എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. ഫ്രഷ് ഫാബുലസ്. ഉഴപ്പന്മാരെ പറ്റിയാണോ നമുക്ക് കൂടുതൽ പറയാനായിട്ട് സാധനമുള്ളത്. ആ